ഭയമാണ്. പ്രാകൃത കമ്മ്യൂണിസം മുതൽ ജനകീയ ജനാധിപത്യം വരെ മനുഷ്യനെ നയിച്ച പ്രാഥമിക വികാരം ഭയമാണ്. സർവശക്തനായ ഭയം. തന്റെ വർത്തമാനം കേട്ടിട്ട് ഭ്രാന്തിന് ഒരു ലക്ഷണവും തോന്നുന്നില്ലല്ലോ. അതാണ് യഥാർത്ഥ ഭ്രാന്ത്. ഭാവത്തിൻ പരകോടിയിൽ പരമഭാവത്തിൻ സ്വഭാവം വരാം എന്നല്ലേ? ഓഹോ, അപ്പൊ താന് കവി കൂടിയാണല്ലേ? ഇത് ഞാൻ എഴുതിയൊന്നുമല്ല, പല്ലനയാറ്റിൽ മുങ്ങിച്ചത്ത കുമാരനാശാൻ എഴുതിയതാണ്. അത് പാടുന്നവൻ തുങ്ങിച്ചാവാൻ പോവുക. അങ്ങനെ രണ്ടറ്റത്തും രണ്ടപമൃത്യുവും നടുക്കൊരു കവിത. എന്നിട്ട് തന്നെ കഥ പറഞ്ഞില്ല? ഞാനത് മറന്നു. അങ്ങനെ എന്നെ തൂക്കാൻ വെച്ചു. ഒരു വർഷം പിന്നെന്താ തൂക്കാഞ്ഞത്? സമയമായില്ല. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പോകും. 1.5 കൊല്ലത്തെ തടവ് ശിക്ഷ അനുഭവിച്ച ശേഷം തൂക്കാനായിരുന്നു വിധി. ഓ, അപ്പോൾ 2 ശിക്ഷയായിരുന്നു. കുറ്റം 2 വകയായിട്ടാണ്. കൊല്ലണം എന്ന മോശ വിചാരത്തോടെ. ഞാൻ കൊന്നത് മോശ വിചാരത്തോടെ ഒന്നും അല്ല കേട്ടോ, നല്ല വിചാരത്തോടെ തന്നെയാണ്. അത് വേറെ കാര്യം. കൊല്ലണമെന്ന മോശ വിചാരത്തോടെ മാരകായുധം കൊണ്ടു നടന്നു. അത് ആദ്യത്തെ വഴി. രണ്ടാമത് നിർദ്ദയം കുത്തിക്കൊന്നു. അത് രണ്ടാമത്തെ വഴി. ആദ്യത്തേതിന് 1.5 കൊല്ലത്തെ തടവും രണ്ടാമത്തേതിന് ചാകുന്നത് വിലത്തുന്നു. ആദ്യം തടവ്, അത് കഴിഞ്ഞ് തൂക്കുക. മറിച്ചായിരുന്നു നല്ലത്. വിധി വേണ്ടേ? അതില്ല. ആട്ടെ, രണ്ടാമത്തെ ശിക്ഷ എന്ന് നടപ്പാക്കും. ഇനി അത് നിശ്ചയിക്കുന്നത് ഞാനാ. എന്നെ പിടിക്കുന്നത് വരെ. നിങ്ങൾ എങ്ങനെ ഭ്രാന്താശുപത്രിയിൽ എത്തിയില്ല? ആദ്യം അവരെന്നെ അയച്ചത് സെൻട്രൽ ജയിലിലേക്ക്. അവിടെയുള്ളവർ തീരുമാനിച്ചു എനിക്ക് ഭ്രാന്തുണ്ട്. അങ്ങനെ ഞാൻ ഭ്രാന്താശുപത്രിയിലെത്തി. സ്വബുദ്ധിയോടെ മരിക്കുകയാണെന്ന ഉത്തമ ബോധ്യത്തോടെ മരണത്തിന്റെ എല്ലാ മാദകഭാവവും ആസ്വദിച്ചു വേണം മരിക്കാൻ എന്നാണ് നിയമം അനുശാസിക്കുന്നത്. കഷ്ടം. അഭ്യസ്തനായ നിങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ. എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിലും ഈ ഗതി വരുമായിരുന്നു. ഞാനൊരു സ്ത്രീയെ സ്നേഹിച്ചു, ജീവനെ പോലെ. എല്ലാ സ്നേഹവും അങ്ങനെയാണല്ലോ, ജീവനെ പോലെ. നിങ്ങൾ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? മിസ്റ്റർ, ആ ഇരിക്കുന്ന എന്റെ ഭാര്യയാണ്. അതല്ല ചോദിച്ചത്, സ്നേഹിച്ചിട്ടുണ്ടോ എന്നാണ്. ഇല്ലേ, തീർച്ചയായും. You are an intercontinental Royal Indian idiot. Sorry, I am sorry. All right. It's all right. എനിക്ക് സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ സർവാംഗം തരിച്ചു കയറും. അതുപോലെ അങ്ങനെ ഞാനും സ്നേഹിച്ചു, ജീവനെ പോലെ. എൻ്റെ എല്ലാം ഞാൻ അവർക്ക് സമർപ്പിച്ചു. എല്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ അന്ന് എനിക്ക് അങ്ങനെ തോന്നി. എല്ലാം 6 മാസത്തെ കൊടിയ പ്രേമത്തിന് ശേഷം അവൾ എൻ്റെ, ഞാൻ അവളുടെ. നിങ്ങൾ വിവാഹം കഴിച്ചു? അതെ. അതോടെ ഞങ്ങളുടെ സ്നേഹവും അവസാനിച്ചു. അതെങ്ങനെ? വിവാഹം കൊണ്ട് തന്നെ. മിസ്റ്റർ, ഈ പ്രേമത്തിന്റെ സൗന്ദര്യം അനിശ്ചിതത്വത്തിലാണ്. വിവാഹ മണ്ഡപം പ്രേമത്തിന്റെ ശവകുടീരമാണ്. കെട്ടുതാലിയല്ല പ്രേമം കെട്ടുഞാന്ന് ചാകുന്നേ. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കേണ്ട, അനുഭവിച്ചറിഞ്ഞാൽ മതി. വിവാഹത്തിന്റെ പിറ്റേ ദിവസം മുതൽ അവളുടെ തൽസ്വരൂപം കാണാൻ അവൾക്ക് എന്നെ കൂടാതെ 2 കാമുകന്മാർ കൂടി ഉണ്ടായിരുന്നു. സഹിക്കുമോ മിസ്റ്റർ? നിങ്ങളുടെ ഭാര്യയ്ക്ക് 1 കാമുകനുണ്ടെന്ന് അറിഞ്ഞാൽ നിങ്ങൾ സഹിക്കുമോ? ഒരിക്കലുമില്ല. എന്റെ ഭാര്യയ്ക്ക് 2 കാമുകന്മാരുണ്ടെന്ന് അറിഞ്ഞിട്ടും ഞാൻ സഹിച്ചു. 6 മാസം. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ എന്റെ ഭാര്യയും അവളുടെ കാമുകനും ഒരു കട്ടിൽ, എന്റെ കട്ടിൽ. അത് കണ്ടത് എന്റെ കണ്ണിൽ ഇരുട്ടുകയായിരുന്നു.
ഓരോ കുത്തിനും രണ്ടിനെയും കൊന്നു. പിന്നെ അരിശം തീരും വരെ ചറപറ. ഓ, ഭയങ്കരം. നിങ്ങൾ അത്രയ്ക്ക് വിവേകശൂന്യനാകാൻ പാടില്ലായിരുന്നു. ഓ, അത് ശരി. അല്പം മുമ്പ് 100 വാര അകലിരിക്കുന്ന നിങ്ങളുടെ ഭാര്യയുടെ സൗന്ദര്യം ഞാൻ അറിയാതെ ഒന്ന് ആസ്വദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തൊരു ദേഷ്യമായിരുന്നു. ഏതായാലും കഥ തീർന്നല്ലോ. ഇല്ല, അങ്ങനെ 1.5 കൊല്ലത്തെ കഠിന തടവിന് ശേഷം തൂക്കിക്കൊല്ലാനായിരുന്നു വിധി. നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാമായിരുന്നില്ലേ? എങ്കിലെന്നെ 2 പ്രാവശ്യം തൂക്കിക്കൊന്നേനെ. ഞാനതിൽ നിന്നില്ല. സെൻട്രൽ ജയിലിലേക്ക് പോയി. അവിടുന്ന് എനിക്ക് ഭ്രാന്തുണ്ടെന്ന് തീരുമാനിച്ചു. നേരെ ഭ്രാന്താശുപത്രിയിലേക്ക് അയച്ചു. ബുദ്ധി വീണ്ടെടുത്ത് വിധി പ്രകാരം കൊല്ലാൻ. ഇപ്പോൾ നിങ്ങൾ ജയിൽ ചാടിയത് കുറ്റമല്ലേ? അതെ, വലിയ കുറ്റമാണ്. ഞാൻ ജയിൽ ചാടിയത് വെറുതെ അല്ല. എന്റെ ഭാര്യയ്ക്ക് 2 കാമുകന്മാരുണ്ടെന്ന് പറഞ്ഞില്ലേ? 2ാമനെ കൂടി തട്ടിയേ ഇനി അവരെന്നെ പിടിക്കും. ഇറ്റ്സ് മൈ ലൈഫ് മിഷൻ. ഇനി എത്ര പേരെ കൊന്നാലും എന്നെ ഒരിക്കലേ തൂക്കും. ഇത് കണ്ടു അവനെ കൊല്ലാനാണ്. അവൻ എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അവിടെയാണ് അല്പം പ്രയാസം. അയാളെ ഞാൻ 1-2 തവണയെ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് ഇതേ പൊക്കം. ഏതാണ്ടല്ല പൊക്കം ഇത് തന്നെ. ഇതേ വണ്ണം, ഇതേ നിറം.